ആരോടെങ്കിലും എതിർത്ത് സംസാരിക്കേണ്ടതായി വന്നിട്ടുണ്ടോ? എനിക്കോ? പിന്നെ മുഖത്ത് നോക്കി അതൊക്കെ ഇഷ്ടം പോലെ സംസാരിക്കൂലേ നമ്മള്. അല്ല, നമുക്കുണ്ടായ ഒരു ദുരനുഭവത്തിലായിരിക്കുമല്ലോ പറയുന്നത്. ദുരനുഭവത്തിലായിരിക്കും നമ്മൾ അത്രയും എതിർക്കുക. അത്തരം ഒരു അനുഭവം ഉണ്ടായിരിക്കുന്ന വേദിയിലായിരിക്കും പറയുക, മുഖത്ത് നോക്കി പറയുക. അത്തരം ഒരു ദുരനുഭവം ഓർക്കുവാണെങ്കിൽ ഏതോർക്കും? ദുരനുഭവമല്ല, വളരെ കോമഡി ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ. എനിക്കങ്ങനെ എന്നെ ഒരാൾ ശാരീരികമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ തൃശ്ശൂർ ഇതായിരുന്ന സ്ഥലം, അവിടെ ഇതേപോലെ കുടുംബശ്രീയുടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ സ്റ്റേജിൽ നിന്നൊരു മഹത് വ്യക്തി ഇതേപോലെ പറഞ്ഞു, ഞാനിങ്ങനെ സീരിയലൊന്നും കാണാറില്ല, ഇങ്ങനെ ഒരു സീരിയൽ നടീനെയാണ് വിളിക്കുന്നത് പറഞ്ഞപ്പോൾ എനിക്ക് അത് വലിയ താല്പര്യം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഞാൻ അവിടെ വെച്ച് പ്രതികരിച്ചായിരുന്നു. വലിയ വാർത്ത വന്നു, വലിയ വാർത്തയായിട്ട് വന്നത്. അദ്ദേഹം അത്ര വലിയ ആളാന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോ ആരാണെങ്കിലും പറയും ചേട്ടാ. കാരണം അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഞാൻ തുറന്നു പറയുള്ളൂ. അല്ലാതെ ചിലപ്പോൾ എന്നെ ഉപദ്രവിക്കാനൊക്കെ വന്നാൽ ഞാൻ ഓടിക്കളയും. എനിക്ക് ശാരീരികമായിട്ട് അത്ര ശക്തിയൊന്നുമില്ല. ഇതൊക്കെയുള്ളൂ എനിക്ക്. അങ്ങനെ എന്റെ ദേഹം തോന്നതൊക്കെ എനിക്ക് പേടിയാ. എനിക്ക് സംസാരിക്കാൻ സാധിക്കും. ഈ സിനിമാ മേഖലയിലും അല്ലെങ്കിൽ സീരിയൽ മേഖലയിലാണെങ്കിൽ പൊതുവെ പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ പറയുന്നുണ്ട്, നമ്മൾ കേട്ട് പോകാം. അതൊന്നും ഇപ്പൊ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതല്ല. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ മഞ്ജുവിന്റെ അടുത്ത് പറയാം, മഞ്ജു ഇങ്ങനെ ഒരു ഇതുണ്ട്, അത് നമുക്കൊരു ഇങ്ങനെയൊക്കെയാണ് സിനിമാ മേഖല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അനുഭവങ്ങൾ മഞ്ജുവിന് ഉണ്ടായിട്ടുണ്ട്? ഇല്ല. ഒന്ന് എനിക്ക് തോന്നുന്ന അങ്ങനെ ഉണ്ടാവാതിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വന്നത് ദുർബല ഭാര്യ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണെന്നും എൻ്റെ ഹസ്ബൻഡിനെ എല്ലാവർക്കും അറിയാം, എൻ്റെ കുഞ്ഞിനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നത് കൊണ്ടായിരിക്കണം എല്ലാവർക്കും എവിടെ ചെല്ലുമ്പോഴും എന്നെ ഇങ്ങനെ മഞ്ജുമ്മ എന്നാണ് എല്ലാവരും വിളിക്കാറ്. അപ്പം അതിനപ്പുറത്തേക്കൊരു ചിന്തയൊന്നും ആർക്കും എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ സ്നേഹമായിട്ട് തന്നെ പെരുമാറിയിട്ട്, അല്ലാതെ അങ്ങനൊരു ദുരനുഭവം എനിക്ക് വന്നിട്ടില്ല. കുടുംബബന്ധം നിലനിർത്താനാണ് ശ്രമിക്കാതെ കുടുംബബന്ധത്തിൽ പാളിച്ചകൾ വരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യുന്നത്? നിലനിർത്താനാണ് ശ്രമിക്കുന്നതല്ലോ, നിലനിർത്താൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാളിച്ചകൾ ഉണ്ടാകുന്നുണ്ടോ? നിങ്ങളെങ്ങോടെ കയറിപ്പോ പാളിച്ചകൾ ഉണ്ടാകാറുണ്ടോ? ഇല്ല. പാളിച്ചകളൊക്കെ വരും, പിന്നെ മനുഷ്യനല്ലേ, തെറ്റുകൾ സംഭവിക്കില്ലേ, പാളിച്ചകൾ സംഭവിക്കില്ലേ. അപ്പൊ അതൊക്കെ തിരുത്തി മുമ്പോട്ട് പോകണം. തിരുത്താൻ ശ്രമിക്കുന്നു, തിരുത്തപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? അതറിയില്ല, അത് വഴിയെ നോക്കണം. അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ പ്രാർത്ഥന. തിരുത്തപ്പെടട്ടെ, എന്തിനാണെങ്കിലും നല്ലതിന്. അല്ല, അതാണോ തിരുത്തപ്പെടുന്നതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ്. നമുക്കെന്നും മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമുക്ക് കൂടെ ആള് വേണം. പിന്നില്ല. അല്ല, അപ്പൊ തിരുത്തപ്പെട്ട അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കൂടെ ഒരാളില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലേ? ജീവിക്കണ്ടേ? നമുക്ക് പുറകെയുള്ള ആൾക്കാർക്ക് വേണ്ടി ജീവിക്കണ്ടേ? നമുക്ക് വേണ്ടി ജീവിക്കണ്ടേ? ഒരാൾ കൂടെ ഇല്ലെങ്കിൽ ഉടനെ അയ്യോ എന്നാ ഇനിയിപ്പോൾ ആരും കൂടെ ഇല്ല, പോയി ചത്തേക്കാന്ന് ആരെങ്കിലും വിചാരിക്കുമോ? ആ സാഹചര്യം നമ്മൾ തരണം ചെയ്യും. എനിക്ക് എന്നോട് സ്നേഹമുണ്ട്, എനിക്ക് എന്നെ സ്നേഹിക്കണം, എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കണം, എനിക്ക് ചുറ്റുമുള്ളവരെയൊക്കെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടിയൊക്കെ എനിക്ക് ജോലി ചെയ്യണം, അവരെയൊക്കെ തൃപ്തിപ്പെടുത്തണം എനിക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് വാശിയൊന്നും പിടിക്കാൻ പറ്റില്ല. ദൈവം നമുക്ക് എന്താ കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഉള്ള സാഹചര്യത്തിൽ എന്താണോ അതിനോട് നീതി പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. വേണ്ട എന്ന് വെച്ചാൽ പിന്നീട് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ തിരിച്ചെടുക്കുമോ? വേണ്ടെന്ന് വെച്ചാൽ വെച്ചതാ. അത് സുഹൃത്തുക്കളാണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും തിരിച്ചെടുക്കില്ല. വേണ്ടാന്ന് വെച്ചാൽ അത് ഞാനൊരാളെ വേണ്ടാന്ന് വെക്കണമെങ്കിൽ അത് അത്രയും എന്നെ ഹേർട്ട് ചെയ്തിട്ടാണ്, അത്രയും നമുക്ക് പറ്റാതാവുമ്പോഴാണ് നമ്മളത് വേണ്ടാന്ന് വെക്കുന്നത്. അത് അതുവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടാത്തത് കൊണ്ടാണ്. പിന്നെ അതിനെ തിരുത്തി ചെയ്ത് ദൈവം നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ബുദ്ധി പറഞ്ഞു തരുള്ളൂ. വീണ്ടും പോയിട്ട് പിന്നെ അവിടെ തന്നെ പോയി. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ഇടിയും ഈ ഗാർഹിക പീഡനമൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, ഇടിയും കുത്തും ചവിട്ടും. ഇത് കഴിഞ്ഞിട്ട് അടുത്തതും പോയി കല്യാണം കഴിക്കും. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഈശ്വരൻ ഇത്രയും പീഡനം അനുഭവിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു ലൈഫിലേക്ക്, അതും ഒരു ഭാഗ്യപരീക്ഷണമല്ലേ? അവിടെ ഇത് തന്നെയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ദൈവം ബുദ്ധി തോന്നിപ്പിക്കുകയുള്ളൂ. പിന്നെയും ചെന്ന് അബദ്ധത്തിൽ ചാടട്ടെ എന്ന് വിചാരിക്കും. വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, തിരുത്തപ്പെടില്ല. തിരുത്തപ്പെടുന്നതിന് പിന്നെ പ്രസക്തി ഇല്ലല്ലോ. നമ്മൾ ഒറ്റ ദിവസം കൊണ്ടുള്ള ഒരു ഡിസിഷൻ അല്ല അത്. നമ്മൾ എത്രയോ നാള് യാത്ര ചെയ്ത് അഡ്ജസ്റ്റ്. ഞാൻ എല്ലാത്തരം സൗഹൃദമായാലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും കാര്യമാണ് പറയണത്. നമ്മൾ 5-6 വർഷം എടുത്തിട്ടായിരിക്കും ഈ ഒരു ഡിസിഷനിൽ എത്തുന്നത്. ഈ 6 വർഷത്തെ അല്ലെങ്കിൽ ഈ 1 വർഷത്തെ യാത്രയെ തിരുത്താൻ ഒരു ദിവസം കൊണ്ട് പറ്റില്ല. അന്നേ എടുത്ത ഡിസിഷനാണ്.
പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പൂത്തിരി പോലെ കിട്ടിയ സ്നേഹമോ ചിരിയോ എന്നും അന്നേരം ആലോചിക്കില്ല. അതിനപ്പുറത്തെ പെയിൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ. പെയിൻ അനുഭവിച്ചിട്ടുണ്ടോ? പെയിൻ അനുഭവിക്കാത്ത മനുഷ്യരാരോ ഉള്ളത്? പെയിനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അതൊന്നും എന്നെ വിഷമിപ്പിക്കാറില്ല. ഞാൻ നല്ല ധൈര്യമുള്ളൊരു സ്ത്രീയാണ്. ഭയമുണ്ടോ? ഇപ്പം ഭയമൊന്നുമില്ല. ഭയം എനിക്ക് മോൻ്റെ കാര്യത്തിനെ കുറിച്ചൊക്കെ ഉള്ളൂ. ആകുലത എന്നൊക്കെ പറയില്ലേ, അവൻ സേഫ് ആവണം. അവന് ഒരിക്കലും ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ദൈവം അനുഗ്രഹിച്ച ഒരു തൊഴിലാണ്. പക്ഷെ എൻ്റെ മകൻ അവിടെ വരണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അവന് സ്ഥിര വരുമാനമുള്ളൊരു ജോലി വേണം. നാളെ എന്തായിരിക്കും, അങ്ങനെ ഒരു ആകുലതയിൽ അവൻ ജീവിക്കേണ്ട. ഒരു മാസം വർക്കില്ലെങ്കിൽ ഇവിടുത്തെ ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും ബാങ്ക് ബാലൻസ് തീരും, ശരാശരി ആർട്ടിസ്റ്റുകളുടെ. ഇവർക്ക് പിന്നെ ആദ്യമാണ്. കാരണം എന്താ, ആർട്ടിസ്റ്റ് ആയിപ്പോയി പുറത്തു കൂടി ഓട്ടോറിക്ഷയിൽ പോയാൽ ഓട്ടോറിക്ഷക്കാരൻ തന്നെ ചോദിക്കും, കാറൊന്നും എടുത്തില്ലേ എന്ന് ചോദിക്കും. ആൾക്കാരുടെ ഇത്തരമുള്ള കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആകുലതയിൽ എൻ്റെ മകൻ ജീവിക്കേണ്ട. അവനൊരു ജോലി വേണം, സ്ഥിരമായൊരു വരുമാനം വേണം. അത് 10,000 ആണെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് അവന് ജീവിച്ചോളണം. എനിക്കത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. ഞാനൊക്കെ നല്ലോണം ടെൻഷനിലാണ്. ഒരു വർക്ക് തീരുമ്പോൾ നമുക്ക് തീരാൻ പോകണമെന്ന് പറയുമ്പോൾ, നിർത്താൻ പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമാണ്, ദൈവമേ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അടുത്ത വർക്ക് എങ്ങനെ വരും എന്നുള്ളതാണ്. ഇത് ആരൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാലും സത്യമാണ് ചേട്ടാ. എല്ലാ ആർട്ടിസ്റ്റുകളും സേഫായിട്ടല്ല ജീവിക്കുന്നത്, എല്ലാവരും ആകുലതയിലാണ്. എൻ്റെ മകൻ സേഫായിട്ട് ജീവിക്കണം. തീർച്ചയായിട്ടും സേഫായിട്ട് ജീവിക്കട്ടെ. മഞ്ജുവിൻ്റെ യാത്ര സേഫായിട്ട് മുന്നോട്ട് പോകണ്ടേ. എന്നാലും കുറേ സമയം നമ്മൾ സംസാരിച്ചു. ഷൂട്ടിംഗ് സ്ഥലത്താണ്, ഷോട്ട് എടുക്കേണ്ട സമയമാണെന്ന് എനിക്കറിയാം. ഡയറക്ടർമാരെല്ലാവരും ബുദ്ധിമുട്ടി, നമ്മൾ ഒരിക്കലും ശരിയല്ല. ഷൂട്ടിംഗ് സമയത്ത് വിളിക്കുമ്പോൾ നിർത്താമെന്ന് ഓർത്താണ് വിളിച്ചു എന്ന് എനിക്ക് കണ്ണിൽ നിന്നും എനിക്ക് മനസ്സിലായി. ഇനി അങ്ങോട്ട് യാത്ര സഫലമാകട്ടെ. മഞ്ജു പറഞ്ഞ പോലെ 5 വർഷത്തിന് ശേഷം വലിയ റെസ്റ്റോറൻറ്റ് ഒരു ഓപ്പൺ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ. പോയതെല്ലാം പോട്ടെ, തിരിച്ചു പിടിക്കാനുള്ളത് തിരിച്ചു പിടിക്കട്ടെ. എനിക്ക് എല്ലാം കിട്ടിയിട്ടേ ഉള്ളൂ. പോയതെല്ലാം ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്താൽ നമുക്ക് കൊള്ളാമെന്ന് തോന്നുന്ന ഒരു ഫീൽഡ് എന്തായിരിക്കും? ഫീൽഡോ? അഭിനയം മാത്രമായിരിക്കുമല്ലോ നമ്മുടെ ലക്ഷ്യം. നമുക്ക് എന്തെങ്കിലും, നമുക്ക് നേരത്തെ പറഞ്ഞ പൈസ വേണമല്ലോ നമുക്ക്. അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് ഇനി ഒരു ഇതുണ്ടായാൽ എനിക്ക് അത് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഒരു നല്ല നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാവണം. അത് ഇന്ത്യ മുഴുവൻ ഒക്കെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാവണം എന്നൊക്കെ അത് ചിലപ്പോൾ ഞാനൊരു 4-5 വർഷത്തിനുള്ളിൽ ആ സ്വപ്നത്തിലോട്ടൊക്കെ ചിലപ്പോൾ എടുത്തു വെക്കാൻ ദൈവം അനുഗ്രഹിച്ച. പൈസ ഉണ്ട്? പൈസ ഇല്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 വർഷം പറഞ്ഞത്. 5 വർഷം കൊണ്ട് അങ്ങനെ ഒരു സ്വപ്ന പദ്ധതി നടപ്പാക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയാ, നല്ല നല്ല ഫുഡ് കൊടുക്കണം. ഈ കുന്തം കുറച്ചക്രമൊന്നും ചേർക്കാത്ത നല്ല ഭക്ഷണം. എനിക്ക് ഫുൾ ടൈം അവിടെ നിൽക്കണം. അപ്പൊ ഞാൻ ഇതിൽ നിന്നൊക്കെ മാറും. മക്കൾ എപ്പോഴും ഫുൾ സപ്പോർട്ടാണോ? മക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മോനേ ഉള്ളൂ. മോൻ ഫുൾ സപ്പോർട്ടാണോ? പിന്നെ അവനെക്കാളും ഒരിക്കലും ഇല്ല. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ ബർണാച്ചൻ കുഞ്ഞിന് ചിന്തിക്കും. അവനെ ചിന്തിച്ചിട്ട് അവൻ്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ മോശമായി പോവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ്. ഇപ്പം അവൻ കുറച്ചും കൂടി വലുതായില്ലേ. അവൻ്റെ കുഞ്ഞിലേക്ക് അവൻ പിന്നെ ചെറിയ കുട്ടിയായിരുന്നിരിക്കും. ഇപ്പം അവൻ +1 ആയി. അവൻ എന്നെക്കാളും കൂടുതൽ കൂട്ടുകാരുണ്ട്. അവൻ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ഭയങ്കര ബിസിയാണ് അവൻ. അപ്പം അതുകൊണ്ട് അവൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ തല കുനിക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്.